അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീടുകളിൽ പലപ്പോഴും പല വിരുന്നുകാരും വരും. ഒരിക്കൽ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ആ സ്വഹാബിയുടെ കയ്യിൽ ഒരു ചെറിയ പൊതിയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സന്തോഷത്തോടെ ഒരു വിരുന്നുകാരനോട് കാണിക്കേണ്ട എല്ലാ മര്യാദകളും കാണിച്ചുകൊണ്ട് ആനയിച്ചു അവിടെ ഇരുത്തി. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ പൊതിയുണ്ട്. അവിടുന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ, അല്ല ഇതെന്താണ്? ആ വന്ന ആഗതൻ പറയുകയാണ്, ഇത് ഇവിടെയുള്ള കുട്ടിക്ക് വേണ്ടി ഞാൻ സമ്മാനമായിട്ട് കൊണ്ടുവന്നത്, എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങ് ആ കുട്ടിക്ക് കൊടുക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നത്, ഇവിടെ ഇപ്പോൾ 2 കുട്ടികളുണ്ട്, 2 കുട്ടികൾക്കും കൊണ്ടുവന്നിട്ടുള്ള സമ്മാനമുണ്ടെങ്കിൽ ഇവിടെ വെക്കാം, അല്ല ഒരാൾക്കേ ഉള്ളൂ എങ്കിൽ ആർക്കും കൊടുക്കാതെ നിങ്ങൾക്കത് തിരിച്ചു കൊണ്ടുപോകാം, അല്ല ഒന്നുകൂടി വാങ്ങിച്ച് തിരിച്ചു വരികയാണെങ്കിൽ അത് നമുക്ക് 2 പേർക്കും കൂടി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് വലിയ ആശ്ചര്യനായി. എന്തുകൊണ്ടാണ് ഒരാൾക്ക് കൊടുക്കരുത് എന്ന ഒരു പാഠം കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ കുട്ടികളാണ്, അവരുടെ ലോലമായ മനസ്സിൽ വേദനിക്കുമ്പോൾ അത് നമുക്ക് പ്രയാസമാണ്. ഒരു ഏറ്റക്കുറവുകൾ നമ്മുടെ മക്കൾക്കിടയിൽ വരുത്തരുത് എന്ന് ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പം, കാണിച്ചു കൊടുക്കുമ്പം, പ്രസംഗത്തിലൂടെ കാര്യമായ വലിയ വാതോരാതെ പ്രസംഗങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റും. നീതിപൂർവമായിട്ടുള്ള നടപ്പിലാക്കൽ അത് ഒരു മഹനീയമായിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞതും കേട്ടതും നടപടിയിലൂടെ കാണിച്ചു തന്നതൊക്കെ എത്ര മഹിതമാണ്. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പലരും പറയുന്നതൊന്നും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക, വാക്ക് തരിക എന്നിട്ട് അതിനെതിരെ പ്രവർത്തിക്കുക, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എത്ര പ്രയാസമാണ് അനുഭവിക്കുന്നത്. ഈ ചെറിയ പിഞ്ചോമന മക്കൾക്ക് വേണ്ടി സ്വഹാബത്ത് വലിയ സന്തോഷത്തോടു കൂടി കൊണ്ടുവന്ന സമ്മാനം അവിടെ കൊടുക്കുകയാണെങ്കിൽ 2 കൊടുക്കണം, അല്ലേ ആർക്കും കൊടുക്കരുത്, അവർ വേദനിക്കുമല്ലോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത ഹബീബിൻ്റെ കൗമിൽ സമുദായത്തിൽപ്പെട്ടവരാണ് നമ്മൾ. എന്നിട്ടും നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളും അനുഭവിക്കേണ്ട ചില പ്രയാസങ്ങളൊക്കെ അള്ളാഹു അത് കാരണമായി തന്നേക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുത്തനബിയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.